മലപ്പുറം എടയൂർ പഞ്ചായത്തിൽ ലീഗിൽ കൂട്ടയടിയാണ്. 4-ാം വാർഡ് മണ്ണത്തുപറമ്പ് ഇന്നലെ നടന്ന UDF സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിലാണ് ഈ സംഘർഷമുണ്ടായത്. തർക്കം മുറുകിയതോടെ കയ്യാങ്കളിയായി. കൂട്ടയടിയുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അരുൺ അമർനാഥ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. അരുൺ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അത് യോഗം, നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം, വിയോജിപ്പുണ്ടാകാം, അത് പറയാം, ഒരു വേദിയാണല്ലോ. പക്ഷെ അതൊക്കെ കഴിഞ്ഞത് കൂട്ടയടിയിലേക്കാണല്ലോ പോയത്. ആര്യ, കഴിഞ്ഞ ദിവസമാണ് ഈ എടയൂർ പഞ്ചായത്ത് 4-ാം വാർഡിനെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു കൺവെൻഷൻ ഹാളിൽ യോഗം ചേരുകയുണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ ലീഗിൽ നിന്ന് വിമതനായി ഇടതുപക്ഷത്തോടൊപ്പം പോയിരുന്ന ഒരാൾ വീണ്ടും ലീഗിലേക്ക് തിരിച്ചു വന്നു. ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഒരു ആവശ്യമായിരുന്നു. മറുവിഭാഗം ഇതിനെ എതിർക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യം തർക്കമാണ് ഉണ്ടായത്. തർക്കം വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് പോവുകയായിരുന്നു. പരസ്പരം പരിക്കേൽക്കുന്ന രീതിയിലേക്കൊക്കെ ആയിരുന്നു ആ കയ്യാങ്കളി. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാണ്. സ്വാഭാവികമായും പ്രാദേശിക തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ പതിവാണ്. പക്ഷെ അത് സംയമനമായി പരിഹരിക്കുന്നതിന് പകരം വലിയ രീതിയിലൊരു സംഘർഷത്തിലേക്കൊക്കെ പോവുകയാണ്. അത് തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കായി മാറിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇതൊക്കെ ആര്യ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിയന്ത്രിക്കേണ്ടതാണ്. പക്ഷേ നിയന്ത്രണത്തിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. അത് നേതൃത്വത്തിന് പോലും, തദ്ദേശ നേതൃത്വത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആര്യ.